മധുര പ്രതികാരം എന്നൊക്കെ പറഞ്ഞ് നരേന്ദ്രമോദിയോടൊപ്പം ചേർന്ന് ജീപ്പിൽ നഗരം ചുറ്റിയ പത്മജ വേണുഗോപാലിനും ബി.ജെ.പിയിലെ പ്രമുഖ സ്ഥാനാർത്ഥികൾക്കും അത്ര ശുഭകരമല്ലാത്ത വാർത്തകളാണ് ഇപ്പോൾ ഡൽഹിയിൽ നിന്നും പുറത്തു വരുന്നത്. കോൺഗ്രസിലെ മുൻ മുഖ്യമന്ത്രിയുടെ മകൾ ഇന്ന് ബി.ജെ.പിയോടൊപ്പം നിലയുറപ്പിക്കുമ്പോൾ അത് അവർക്ക് കോൺഗ്രസിനോട് തീർക്കാവുന്ന ഒരു വ്യക്തിപരമായ പ്രതികാരമായിരിക്കാം. എന്നാൽ ബി.ജെ.പിയെ സംബന്ധിച്ചിടത്തോളം ഇത് വെറും രാഷ്ട്രീയ കണക്കുകൂട്ടലുകൾ മാത്രമായി മാറുകയാണ്. തെരഞ്ഞെടുപ്പിന് തൊട്ടു മുന്നിൽ നിൽക്കുന്ന ഈ സാഹചര്യത്തിൽ പത്മജയ്ക്ക് മാത്രമല്ല, പാലക്കാട്ടെ ബി.ജെ.പിയുടെ എ ക്ലാസ് സ്ഥാനാർത്ഥിയായ ശോഭാ സുരേന്ദ്രനും മഞ്ചേശ്വരത്തെ കെ സുരേന്ദ്രനും നേമത്തെ രാജീവ് ചന്ദ്രശേഖരനുമൊക്കെ വലിയ തിരിച്ചടിയായി മാറുന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന FCRA എന്ന നിയമ ഭേദഗതി കേരളത്തിലെ ക്രൈസ്തവ സഭകളെയും ന്യൂനപക്ഷ വിഭാഗങ്ങളെയും വലിയ രീതിയിൽ പ്രകോപിച്ചിരിക്കുകയാണ്. മോദിയുടെ സന്ദർശനത്തിന് പിന്നാലെ കേരളത്തിൽ വലിയ മുന്നേറ്റം പ്രതീക്ഷിച്ച ബി.ജെ.പി നേതൃത്വത്തിന് ഈ പുതിയ വിവാദം ഇടുത്തി പോലെയാണ് വന്നിരിക്കുന്നത്. വിദേശ സഹായം സ്വീകരിക്കുന്ന സ്ഥാപനങ്ങളുടെ ആസ്തികൾ കേന്ദ്ര സർക്കാരിന് സ്ഥിരമായി ഏറ്റെടുക്കാം എന്ന വ്യവസ്ഥയാണ് ഈ വിവാദത്തിന്റെ കാതൽ. വിദേശ ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച കെട്ടിടങ്ങളും ഭൂമിയും ലൈസൻസ് പുതുക്കിയില്ല എങ്കിൽ സർക്കാർ കണ്ടുകെട്ടുമെന്ന വാർത്ത സഭകളെ വല്ലാതെ ആശങ്കയിലാക്കുകയാണ്. കേരളത്തിലെ വിദ്യാഭ്യാസ ആരോഗ്യ മേഖലകളിൽ വലിയ പങ്കുവഹിക്കുന്ന സഭകൾക്ക് ഈ നീക്കം തങ്ങളുടെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുമെന്ന് ഉറപ്പുമായി. ഇത് വെറുമൊരു സാങ്കേതിക പ്രശ്നമല്ല, മറിച്ച് ന്യൂനപക്ഷ സ്ഥാപനങ്ങളെ വരുതിയിലാക്കാനുള്ള നീക്കമാണ് എന്ന പ്രചാരണം കേരളത്തിൽ വലിയ ശക്തമാണ്. തെരഞ്ഞെടുപ്പ് ഗോതയിൽ ഈ വിഷയം ഒരു കനത്ത ആയുധമായി മാറുമ്പോൾ ബി.ജെ.പി സ്ഥാനാർത്ഥികൾക്ക് വോട്ടർമാരെ ഫലപ്രദമായി അഭിമുഖീകരിക്കാൻ കഴിയാത്ത അവസ്ഥയാണ്. ക്രിസ്ത്യൻ വോട്ടുകളിൽ വലിയ കണ്ണുവെച്ച് നീങ്ങിയ ബി.ജെ.പിക്ക് സഭാധ്യക്ഷന്മാരുടെ ഈ പരസ്യമായ എതിർപ്പ് വലിയ ആഘാതമാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. പാലക്കാട് മണ്ഡലത്തിൽ വോട്ടഭ്യർത്ഥിക്കുന്ന ശോഭാ സുരേന്ദ്രന് മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് മുമ്പിൽ ക്ഷുഭിതയാകേണ്ടി വരുന്നത് ഈ പ്രതിസന്ധിയുടെ ആഴവും വ്യക്തമാക്കുന്നുണ്ട്. സഭകൾ ആശങ്ക പ്രകടിപ്പിക്കുമ്പോൾ അതിന് വ്യക്തമായ മറുപടി നൽകാൻ കഴിയാതെ വരുന്നത് വോട്ടർമാർക്കിടയിൽ തെറ്റായ സന്ദേശമാണ് നൽകുന്നത്. പാലക്കാട്ടെ മാത്തൂരിലെ കർഷക പ്രശ്നങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ താല്പര്യപ്പെടുന്ന സ്ഥാനാർത്ഥിക്ക് FCRA പോലെയുള്ള കേന്ദ്ര നയങ്ങളെ പ്രതിരോധിക്കേണ്ടി വരുന്നത് ഇരട്ട പ്രഹരവുമാണ്. അതുപോലെ തന്നെയാണ് നേമത്തെ ജനവിധി തേടുന്ന രാജീവ് ചന്ദ്രശേഖരന്റെയും മഞ്ചേശ്വരത്തെ സുരേന്ദ്രന്റെയും ഒക്കെ അവസ്ഥ. മുൻ കേന്ദ്രമന്ത്രി കൂടിയായ രാജീവ് ചന്ദ്രശേഖരന് ഈ നിയമ ഭേദഗതിയുടെ ഉത്തരവാദിത്തത്തിൽ നിന്ന് കൈ കഴുകാനും സാധിക്കില്ല. ക്രിസ്ത്യൻ സഭകളുടെ പിന്തുണയോടെ വിജയം സുരക്ഷിതമാക്കാമെന്ന ബി.ജെ.പിയുടെ തന്ത്രം ഈ ഒരു നീക്കത്തിലൂടെ അങ്ങനെ പാളി. ചങ്ങനാശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ തോമസ് തറയിൽ ഉൾപ്പെടെയുള്ള പ്രമുഖർ കേന്ദ്ര നീക്കത്തിനെതിരെ പരസ്യമായി രംഗത്തെത്തിയത് നിസ്സാരമായി കാണാനും കഴിയില്ല. വിദേശ സഹായത്തെ എന്തിനാണ് കുഴപ്പം പിടിച്ച ഒന്നായി സർക്കാർ കാണുന്നത് എന്ന ആർച്ച് ബിഷപ്പിന്റെ ചോദ്യം കൃത്യമായ രാഷ്ട്രീയ മാനങ്ങളുള്ളതാണ്. സഭകൾക്കൊപ്പം തന്നെ മുസ്ലിം സംഘടനകളും ഈ വിഷയത്തിൽ പ്രതിഷേധം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇത് UDF-നും LDF-നും ബി.ജെ.പിക്കെതിരെ പ്രയോഗിക്കാൻ കിട്ടിയ വലിയൊരു വടിയുമാണ്. പ്രതിപക്ഷ നേതാവ് V.D. സതീശൻ ഇതിനകം തന്നെ പ്രധാനമന്ത്രിക്ക് കത്തയച്ച് ഈ നീക്കത്തെ രാഷ്ട്രീയവൽക്കരിച്ച് കഴിയുകയും ചെയ്തു. ന്യൂനപക്ഷ വേട്ട എന്ന രീതിയിൽ ഈ വിഷയം ചർച്ച ചെയ്യപ്പെടുമ്പോൾ ബി.ജെ.പി സ്ഥാനാർത്ഥികൾ തീർത്തും പ്രതിരോധത്തിലാവുക എന്നത് സ്വാഭാവികമായ കാര്യമാണ്. കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ മതവിഭാഗങ്ങളുടെ പിന്തുണയില്ലാതെ ഒരു മണ്ഡലത്തിലും വിജയിക്കുക എന്നത് ബി.ജെ.പിയെ സംബന്ധിച്ചിടത്തോളം അസാധ്യമാണ്. വോട്ട് ബാങ്ക് ലക്ഷ്യമിട്ടുള്ള നീക്കങ്ങൾക്കിടയിൽ ഇത്തരം നിയമ ഭേദഗതികൾ വരുന്നത് ബി.ജെ.പി സ്ഥാനാർത്ഥികൾക്ക് വോട്ടർമാരുടെ ഇടയിൽ വലിയ വിശദീകരണം നൽകേണ്ടി വരുന്ന അവസ്ഥയാണ് വന്നു ചേർന്നിരിക്കുന്നത്. മോദി വന്നപ്പോൾ ഉണ്ടായ ആവേശം ഈ ഒരു റിപ്പോർട്ടോടെ കെട്ടടങ്ങിയോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ബി.ജെ.പി സ്ഥാനാർത്ഥികൾക്ക് വോട്ടർമാരുടെ ചോദ്യങ്ങൾക്ക് മുന്നിൽ മറുപടിയില്ലാതെ നിൽക്കേണ്ടി വരുന്ന ഈ സാഹചര്യം തെരഞ്ഞെടുപ്പ് ഫലത്തെ എങ്ങനെ ബാധിക്കുമെന്ന് വരും ദിവസങ്ങളിൽ വ്യക്തമാകും. പത്മജയ്ക്കും ശോഭാ സുരേന്ദ്രനും മറ്റും ഇത് വെല്ലുവിളികളുടെ ഒരു ഘട്ടം കൂടിയാണ്. കേന്ദ്രത്തിന്റെ ഈ നീക്കം ബി.ജെ.പിക്ക് കേരളത്തിൽ പണിയായി എന്ന് വേണം കരുതാൻ.